സാറ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിഞ്ഞിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത നീക്കം. വി വി രാജേഷ് മേയറായി. വി വി രാജേഷ് ഒരു ജനപ്രിയനായ നേതാവാണ്. കാലങ്ങളായി സംഘടനാ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടത്തുന്ന ആളാണ്. സാർ, വി വി രാജേഷ് എങ്ങനെയാണ് മേയറായത്? അതായത് വി വി രാജേഷിനെ പിക്ചറിൽ ഇല്ലാത്ത ഒരാളായിരുന്നു. ശ്രീലേഖ മാത്രമായിരുന്നു പിക്ചറിലുണ്ടായിരുന്നത്. ആ പിക്ചറിൽ ഇല്ലയെന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ഡിസൈഡ് ചെയ്ത് ഡൽഹിയിൽ അവരുടെ പേര് കൊടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തതാണ്. ഡൽഹിയിൽ നിന്ന് പേര് പ്രഖ്യാപിക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് വെട്ടിമാറ്റൽ നടന്നത്. എങ്ങനെയാണ് ഈ വെട്ടിമാറ്റൽ നടന്നതെന്ന് കേരളം മുഴുവൻ അറിയാൻ കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് കേരളത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് പിണറായി വിജയൻ. ഇവർ പിണറായി വിജയനെതിരെയുള്ള എല്ലാ കേസുകളും അട്ടിമറിച്ച് പിണറായി വിജയനെ ധാരണയിൽ പോയി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കച്ചവടമൊക്കെ ചെയ്ത് ഇവർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ വരികയും രാജീവ് ചന്ദ്രശേഖർ പഠിച്ചിട്ടുള്ള കാര്യം CPM പിന്നെയുള്ള കാലം കോൺഗ്രസിനെ തകർക്കല്ല വേണ്ടത്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാൽ വലിയ കാര്യമില്ല, പകരം മാർക്സിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ളത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ തകർത്ത് കഴിഞ്ഞാൽ ആ വോട്ട് BJP കൊണ്ടുവരാം എന്നുള്ള സ്ട്രാറ്റജിയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. ഇത്തവണത്തെ 14 ജില്ലകളിൽ ഓരോ നേതാക്കന്മാർക്ക് കൊടുത്തു. അമിത്ഷാ പറഞ്ഞിട്ടുള്ള 2 സ്ഥലങ്ങൾ ഏതാറിയോ പിടിച്ചെടുക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഇത് കൃത്യമായിട്ട് അദ്ദേഹം പിണറായി വിജയനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി PMC പദ്ധതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കേസുകൾ, അതായത് ലാവ്ലിംഗ് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കേസ്, ലൈഫ് മിഷൻ തട്ടിപ്പ്, മകളുടെ പേരിലുള്ള CMRL തട്ടിപ്പ്, അവസാനത്തെ അയ്യപ്പൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ പിണറായി വിജയനെ തൊടാതിരിക്കുക അദ്ദേഹത്തിൻ്റെ ഭരണം വരെ എന്നുള്ളതാണ്. അപ്പോഴുള്ള കണ്ടീഷൻ വെച്ചിട്ട് തിരുവനന്തപുരവും ഞങ്ങൾക്ക് തൃശ്ശൂരും വിജയിപ്പിച്ച് തരണം, നിയമസഭ അടുത്തതിൽ വരുമ്പോൾ 15 സീറ്റിൽ ഞങ്ങൾ വിജയിപ്പിച്ച് തരണം, അങ്ങനെ പറഞ്ഞു ഉറപ്പിച്ച് തന്നിട്ടാണ് അവിടുന്ന് മടങ്ങുന്നത് പിണറായി. ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ 16 സ്ഥലങ്ങളിൽ പിണറായി വിജയൻ ജയിപ്പിച്ചു കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് എന്തായത് BJPക്ക് ഒരു 50 സീറ്റ് കിട്ടിയ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി, പ്രത്യേകിച്ചും കടകംപള്ളി സുരേന്ദ്രന്റെ വാർഡിലൊക്കെ തന്നെ കഴക്കൂട്ടൊക്കെ ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് എന്നുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ലിസ്റ്റ് അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പോഴുള്ള പ്രശ്നം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ കംപ്ലീറ്റ് BJP തകർന്നടിഞ്ഞു. 20% വോട്ടുണ്ടായിരുന്ന ലോക്സഭാ ഇലക്ഷന് വോട്ടുണ്ടായിരുന്നത് 15%-ലേക്ക് ഏറ്റവും താഴേക്ക് പോയി. ഇങ്ങനെ താഴേക്ക് പോകേണ്ട ആർക്കാണ് താല്പര്യം? രാജീവ് ചന്ദ്രശേഖരനല്ല, മറ്റു ഗ്രൂപ്പുകൾക്കാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി വി മുരളീധരനോ കെ സുരേന്ദ്രനോ അതേപോലെ കൃഷ്ണദാസിനോ ശോഭാ സുരേന്ദ്രനോ ഇവർക്കൊന്നും വലിയ വിലയും നിലയൊന്നുമില്ല. ഇവർക്ക് പ്രസിഡന്റുമായി സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്ന കാര്യം പറഞ്ഞാൽ അവിടെ സുരേഷുമായി സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്വക്കേറ്റ് സുരേഷാണ് ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇവരെക്കാൾ വലിയ ആളായി മാറി സുരേഷ്. അപ്പം അങ്ങനെ സുരേഷും കൂടെ താല്പര്യപ്പെട്ടിട്ടാണ് രാജേഷിനെ വെട്ടിമാറ്റിയിട്ട് തുടക്കം മുതൽ സുരേഷിന്റെ കളിയുണ്ട്. സുരേഷ് കൃത്യമായി രാജീവ് ചന്ദ്രശേഖരനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പോയി. അതിന് മുമ്പ് ഒരു കാരണം ഉണ്ടായിരുന്നു. ഈ രാജേഷിനെതിരെ അദ്ദേഹം അനധികൃത സ്വത്തുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു എൻഫോഴ്സ്മെന്റ് പരാതി കൊടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് പരാതി വലിയ പോസ്റ്ററൊക്കെ BJPക്കാർ പതിച്ചിരുന്നു. ഇതിനെതിരെ രാജേഷ് ഒരു പരാതി കൊടുത്തു പോലീസ് കമ്മീഷണർക്ക്. ഇതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയ്ക്ക് ഇറക്കിയെങ്കിലും പക്ഷേ അദ്ദേഹം രാജേഷിനെ പൂർണ്ണമായി വി വി രാജേഷിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയിരുന്നു. പിണറായി വിജയനുമായി ഭയങ്കര അന്തർധാരയുള്ള ആളാണ് ഒരു രാജേഷ്. വി മുരളീധരൻ്റെ ആളാണ്, കെ സുരേന്ദ്രൻ്റെ ആളാണ്. അതേസമയത്ത് അഡ്വക്കേറ്റ് സുരേഷ് വി മുരളീധരനുള്ളപ്പോൾ വി മുരളീധരൻ്റെ ആളായിരുന്നു, കെ സുരേന്ദ്രനുള്ളപ്പോൾ കെ സുരേന്ദ്രൻ്റെ ആളായിരുന്നു. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ അവരെ എല്ലാവരും മാറ്റി നിർത്തി അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ആള്. ഇതാണ് സ്ട്രാറ്റജി. അങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ 50 സീറ്റിൽ വിജയിച്ചപ്പോൾ അതിൻ്റെ പേര് മുഴുവൻ ആർക്കാണ്? രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്വയം ഡിസൈഡ് ചെയ്ത് മുരളീധരൻ്റെ സപ്പോർട്ടോട് ഈ സുരേഷിൻ്റെ സപ്പോർട്ടോടുകൂടി ശ്രീലേഖ IPSനെ, കാരണം അവിടെ മറ്റു കൗൺസിലർമാരായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ശ്രീലേഖ IPSനെ മേയറാക്കാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് സുരേഷിനൊരു അജണ്ട ഉണ്ടായിരുന്നു. കേരളത്തിൽ മറ്റു നേതാക്കൾ ഇനി പൊങ്ങി വരാൻ പാടില്ല എന്നുകൂടെ സുരേഷിനൊരു അജണ്ട സ്വയം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നടപ്പിലായത്. അതായത് രാജീവ് ചന്ദ്രശേഖരനെ തെറ്റിദ്ധരിപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ ഈ നേതാക്കന്മാർ എന്തെങ്കിലും പ്രശ്നങ്ങളായി വന്നാൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സുരേഷായി സംസാരിച്ചോ. സുരേഷ്
രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തന്നിട്ട് ഓരോ ഇത് തിട്ടൂരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർ വളരെ അസ്വസ്ഥരായിരുന്നു. ആ സമയത്താണ് തിരുവനന്തപുരത്ത് നമ്മൾ ഈ പ്രശ്നം വന്ന സമയത്ത് 16-ാം തീയതി ഇലക്ഷൻ ഉണ്ടായിരുന്നത്. 15-ാം തീയതി ഈ ഉച്ചയാകുമ്പോഴേക്ക് ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപനം വരും എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു എല്ലാ പത്രങ്ങളും പറഞ്ഞ ശ്രീലേഖ IPS. അന്ന് രാവിലെ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അതിന്റെ ഇത് വരുന്നത്. ഈ ക്രിസ്മസിന്റെ അന്നാണ് ഇത് പ്രഖ്യാപനം. സോറി എന്തായിരുന്നു ഡേറ്റ്? അത് 25-ാം തീയതി ആയിരുന്നു പ്രഖ്യാപനം. എന്താവട്ടെ, ക്രൈമാണ് അന്ന് ഈ ശ്രീലേഖ IPSനെ കുറിച്ച് വലിയൊരു ബോംബ് പൊട്ടിക്കുന്നത്. കവിയൂർ കേസിൽ അവരെ കേസ് അട്ടിമറിച്ചു എന്നാണ് രാവിലെ തന്നെ ഇവരൊരിക്കലും മേയറാക്കരുത്, മേയറാക്കിയാൽ കോളം തോണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അത് തിരുവനന്തപുരത്തെ എല്ലാ കൗൺസിലർമാർക്ക് എത്തിക്കുന്നു. അന്നപ്പോഴേക്ക് ഒരു ആദ്യത്തെ അടി എന്ന് പറയുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് VV രാജേഷിനെ മേയറാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ VV രാജേഷിന്റെ പേരേ ഉണ്ടായിരുന്നില്ല. സുരേന്ദ്രൻ അവിടെ എത്തി. സുരേന്ദ്രൻ എത്തി. പിന്നീട് വി മുരളീധരൻ അവർ തമ്മിൽ യോജിക്കുന്നു. പിന്നീട് അത് അവർ ഡൽഹിയിൽ ബന്ധപ്പെട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം മുമ്പത്തെ ഗ്രിപ്പ് ആർക്കില്ല, വി മുരളീധരനും ഇല്ല, കെ സുരേന്ദ്രനില്ല. ആ പാട് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് മാത്രമേ അവിടെ കേൾക്കുള്ളൂ. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിപ്പിച്ചെടുത്ത ആരാണ്? രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരനാണ് അതിന് നേട്ടം. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് അവിടെ അമിത്ഷാന് മുന്നിൽ വലിയ പേരായി, നരേന്ദ്രമോദിക്ക് മുന്നിൽ വലിയ പേരായി. മാത്രമല്ല ഡൽഹിയിൽ പോയി നരേന്ദ്രമോദി ഇവിടെ വരേണ്ട കാര്യങ്ങളടക്കം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരോട് പോണത്. ഈ സന്ദർഭത്തിലാണ് പിണറായി വിജയൻ ഇതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നത്. രാജേഷും അതേപോലെ വി മുരളീധരനും കെ സുരേന്ദ്രനും കൂടി നമ്മുടെ പിണറായി വിജയനുമായി ബന്ധപ്പെടുന്നു. പിണറായി വിജയൻ പറയുന്നു, ഞാൻ പറഞ്ഞ പ്രകാരം പാലിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിജയിച്ചത് ഞാൻ CPMന്റെ സഹായത്തോടുകൂടിയാണ്. തൃശ്ശൂർ ജയിക്കാതെ ഞങ്ങളതല്ല, അവിടെ തന്നെ പാർട്ടിക്കാർ തോൽപ്പിച്ചതാണ്. ഞങ്ങളെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ഞങ്ങൾ പറഞ്ഞ പോലെ BJP ഭരണത്തിലെത്തിക്കാൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഇവിടെ VV രാജേഷിനെ നിർത്തുന്നതാണ് നല്ലത്. ഇനി തുടർന്ന് 15 സീറ്റുകൾ വിജയിപ്പിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് 4-5 സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റും ഞങ്ങളെ സഹായത്തോടെ. അതിന് ഏറ്റവും നല്ലത് VV രാജേഷാണ് എന്ന് പറഞ്ഞ് അമിത്ഷായെ ധരിപ്പിക്കുകയാണ്. അതോടുകൂടിയിട്ടാണ് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അവിടെ ശ്രീലേഖ വേണ്ട, VV രാജേഷ് മതി എന്ന് പറയുന്നൊരു കാര്യം വരുന്നത്. അതായത് ഈ ഗ്രൂപ്പുകൾ ഒന്നിച്ച് രാജീവ് ചന്ദ്രശേഖരെ അട്ടിമറിക്കാനും രാജീവ് ചന്ദ്രശേഖരനെ തലയിലൂടെ വെട്ടിമാറ്റാനും ഈ പറഞ്ഞ കാര്യം അട്ടിമറിച്ചുകൊണ്ട് ശ്രീലേഖയെ അട്ടിമറിച്ചുകൊണ്ട് VV രാജേഷിനെ കൊണ്ടുവന്നതും ഈ രൂപത്തിലാണ്. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വന്ന ശേഷം ഇവർക്ക് ആർക്കും യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല, നിലയുണ്ടായിരുന്നില്ല. അവരൊക്കെ ഒതുക്കപ്പെട്ടിരുന്നു. അതൊരൊറ്റ അടിക്ക് തന്നെ അട്ടിമറിച്ചുകൊണ്ട് VV രാജേഷിനെ കൊണ്ടുവന്നതോട് കൂടിയിട്ട് അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന് എന്നുള്ളതാണ് സത്യം. ഇത് വരും നാളുകളിൽ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർ അട്ടിമറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു. സുരേഷിന്റെ ചെവികടി ഇതോടെ തീരോ? ഇതിൽ ഏറ്റവും തിരിച്ചടി കിട്ടിയിരിക്കുന്നത് സുരേഷിനാണ്. സുരേഷ് ആണ് ഈ സത്യത്തിൽ ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഭയങ്കര ഗർവാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തിരുവനന്തപുരം മാത്രം ജയിച്ചാൽ മതി, തൃശ്ശൂരിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അട്ടിമറിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അവിടുത്തെ ഗോപാലകൃഷ്ണനും അതേപോലെ നമ്മുടെ MT രമേശും അതേപോലെ ഇദ്ദേഹവും കൂടി ചേർന്നുകൊണ്ട് അവിടെ BJP അണികൾ. സുരേഷിനേക്കാൾ വ്യക്തിത്വമുണ്ട് രമേശിനൊക്കെ. അല്ല, രമേശ് ഗോപാലകൃഷ്ണനെ സുരേഷിനെ മാറ്റിയെടുത്താലും രമേശിന്റെ വ്യക്തിത്വമുള്ള ഒരു നേതാവാണ്. പക്ഷെ ആയിരിക്കാം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഗർവ് ഇവരെയൊന്നും വില വെക്കാത്ത നിലപാട്. ഇപ്പൊ സുരേഷ് ഗോപിക്ക് ഒരു അടി കൊടുക്കണം. സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഇത്തവണ തൃശ്ശൂർ വലിയ കലുങ്ക് ചർച്ചയും മറ്റേ ചർച്ചയൊക്കെ ചെയ്ത് അവിടെ പേരുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഉറപ്പ് കൊടുത്തിരുന്നു ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നുള്ളത്. അത് പൊളിക്കേണ്ടത് ആർക്ക് ആവശ്യമായിരുന്നു? ഈ ഗ്രൂപ്പിന് ആവശ്യമായിരുന്നു, സുരേഷിന് ആവശ്യമായിരുന്നു. അപ്പോൾ ഇവരെ മുന്നിലൊന്നും സുരേഷ് ഗോപി യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യാറില്ല. സുരേഷ് ഗോപി തൻ്റെതായ വ്യക്തിത്വം കാണിച്ചുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാതെയാണ് കളി നിൽക്കാറ്. ഇവർ എന്തെങ്കിലും പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവാറില്ല. അപ്പോൾ ഒരു അടി അവർക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശം തൃശ്ശൂരിൽ അടി കൊടുത്തത്. തൃശ്ശൂർ രാജീവ് ചന്ദ്രശേഖർ വൈകിയെങ്കിലും മനസ്സിലാക്കുമോ സുരേഷ് തന്നെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന്? അല്ല, ഇന്നലെ വരെ രാജീവ് ചന്ദ്രശേഖറിനെ ഹൈജാക്ക് ചെയ്ത് ഇവരെ അങ്ങോട്ടും മാറ്റി നിർത്തി അദ്ദേഹം വിചാരിച്ചാൽ മാത്രം അദ്ദേഹത്തിൻ്റെ പ്ലാൻ മാത്രമാണ് ശരി എന്നുള്ള രൂപത്തിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ഇപ്പോൾ അതാ ഗ്രൂപ്പുകൾ ഒന്നിച്ച് രാജീവ് ചന്ദ്രശേഖരനെ വെട്ടിയിരിക്കുന്നു. ആ വെട്ടലിൽ VV രാജേഷ് വന്നിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും VV രാജേഷ് ഒരു ജനകീയനാണ്. അദ്ദേഹം മേയറായത് നന്നായി, ഇല്ലെങ്കിൽ തിരുവനന്തപുരം കട്ടപ്പുകയായിരുന്നേനെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ശ്രീലേഖ നമ്മുടെ വട്ടിയൂർക്കാവിലെ പ്രശാന്തിൻ്റെ ഓഫീസിൽ പോയി കാണിച്ച കോപ്രായങ്ങൾ. ഒരു കൗൺസിലർ കാണിക്കേണ്ട കോപ്രായമാണ്. പ്രത്യേകിച്ചും പഴയ DGP അല്ലേ
ഇവർ എന്ത് കഥാപാത്രം കളി ബഫൂണ് മാതിരിയായി അവസാനം അവർ. അതാണ് സത്യം. എന്തായാലും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള അട്ടിമറികൾ കേരളത്തിൽ കാണിക്കാൻ പോണത് പിണറായി വിജയൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ കോക്കസ് കേരളത്തിൽ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്, മുന്നറിയിപ്പാണ്. കാരണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇവർ പറയും പോലെ കേട്ടില്ലെങ്കിൽ ഇതുപോലെ അടി കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.